ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 മലയാളം ഗ്രാൻഡ് ഫിനാലെ വിന്നറായത് നമ്മുടെ അനുമോളാണ്. അനുമോൾ PR വർക്കിലൂടെയാണ് വിജയിച്ചതെന്നുള്ളത് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷെ ഇന്നലെ ഒരു ട്വിസ്റ്റ് നടന്നിരുന്നു. അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ മുതലാളി അനീഷിന് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ഈ 10 ലക്ഷം രൂപ അനീഷിന് കൊടുത്തപ്പോഴത്തേക്ക് കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തത് ബിഗ് ബോസ് വിന്നർ അനീഷാണ്. ബിഗ് ബോസിന്റെ സ്പോൺസർ ആയിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ മുതലാളി അനീഷിന് മാത്രമായിട്ട് 10 ലക്ഷം രൂപ കൊടുത്തു ആയിട്ടുള്ള അനുമോൾക്ക് കൊടുത്തില്ല. അങ്ങനെ പല വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഈ 10 ലക്ഷം രൂപ പ്രൈസ് മണി ഇന്ന് കോഴിക്കോട് വെച്ചിട്ട് അനീഷിന് കൈമാറും. അപ്പോൾ ഇതിന്റെ താഴെ വരുന്ന ചില കമന്റുകൾ നോക്കുമ്പോഴത്തേക്ക് ഈ ബിഗ് ബോസിന്റെ ബോസ് ഉണ്ടല്ലോ നമ്മുടെ ലാലേട്ടനുള്ള ഒരു 8ന്റെ പണിയാണെന്നാണ് അതിനകത്ത് വരുന്ന ഭൂരിഭാഗം കമന്റുകളും ഞാൻ കണ്ടത്. ശരിക്കും ഞാൻ ഈ ബിഗ് ബോസ് കാണുന്ന സമയത്ത് നമ്മുടെ ഷെഫീന വിവി എന്ന് പറയുന്ന ഒരു വ്ളോഗർ അവരുടെ ഒരു വീഡിയോ ഭയങ്കര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അത് ഈ അനുമോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ് എന്നുള്ളത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരു ഡബിൾ ഗെയിമാണ് ഇതിനകത്ത് ലാലേട്ടൻ എടുത്തിരിക്കുന്നത്. പല കാര്യത്തിലും ഈ ആദില നൂറയുടെ വിഷയത്തിലാണെങ്കിലും കൊള്ളാം, അനുമോളുടെ വിഷയത്തിലാണെങ്കിലും കൊള്ളാം, അതുപോലെ നമ്മുടെ ആര്യൻ ഔട്ടായതിലും ഒക്കെ ഈ ലാലേട്ടൻ കളിച്ചിരിക്കുന്നത് ഒരു ഡബിൾ ഗെയിം ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഈ ഷെഫീന വിവിയുടെ ഒരു മാസ് വീഡിയോ വന്നിട്ട് ഇത് അവരുടെ അഭിപ്രായമാണ്. ഇതിനകത്ത് മനം നൊന്ത് ഇനി നമ്മുടെ ലാലേട്ടൻ ഫാൻസുകാരൊന്നും എൻ്റെ നെഞ്ചോത്തോട്ടൊന്നും കയറണ്ട. എന്തായാലും വീഡിയോ മാസാണ്, കിടുവാണ്. നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ. നമ്മുടെ അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോ. കണ്ടോ ഷർട്ടിന്റെ മാച്ചിങ് ബൊക്കെ. അല്ല, ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് ഇന്ന് ചെക്ക് തരികയാണ്. അതാണ് കോൺഫിഡന്റിന്റെ ഒരു പോളിസി. വാഗ്ദാനം മാത്രമല്ല, എന്റെ അമ്മ പറയാറുണ്ട്, ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞ ഇത് കൊടുത്ത് പോണം. സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ്, ഒരു മഹത് വ്യക്തിയാണ്. എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസൊക്കെ ചോദിക്കും എങ്ങനെയാണ് റെഡ് എന്ന്. ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക്. അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് ഞാൻ സൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത്. അപ്പോൾ നാളെ ബാങ്കിലിട്ടോളൂ. മറ്റൊന്ന 10 ലക്ഷാധിപതിയാണ്. 10 ലക്ഷം രൂപ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ മുതലാളി കൊടുത്തപ്പോഴത്തേക്ക് അത് അടി കിട്ടിയത് ഏഷ്യാനെറ്റിനും നമ്മുടെ ബിഗ് ബോസിനും തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കണ്ടോ. എടാ മോഹൻലാലെ, അന്തസ്സുണ്ടെങ്കിൽ ഇതിനകത്ത് നീ പോയി ഒരു വർത്തമാനം നീ ഈ ആഴ്ച അനുമോളെ വല്ലോ പറഞ്ഞ ജീവിത അവസാനം വരെ നിന്നെ തെറി വിളിക്കുന്നു. ഇവനെ അടിച്ചു പൊട്ടിക്കേണ്ട കഥയാണ് നടത്തുന്നത്. അവൻ എന്ത് തോന്നിവാസം കാണിക്കാന്നാണ് കുണുങ്ങി നടക്കുന്ന വയറൻ തൊമ്മൻ അടിച്ചു പൊട്ടിക്കാൻ. ഈ നാറിയ ടവറോളി പുറത്തു വന്നാൽ ഞങ്ങളുടെ എങ്ങനെ ഇയാഴകത്ത് വന്ന ആ ടവറോളി അറങ്ങി പൊട്ടിക്കും. ഒരു മാർഗവും ഒരു തർക്കവും ഇല്ല. ഒരു പരിധിയൊക്കെ വേണ്ടായിരുന്നു, ഒരു അല്പം കോമൺ സെൻസ് വേണ്ടായിരുന്നു. എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിക്കുന്നത് തെണ്ടി. ലെവല നീ പുറത്തിറങ്ങി വാടാ. ഇവനെ ഉദ്ഘാടനത്തിന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് നോക്കിക്കോ. മേലക്കെട്ട് വണ്ടി എടുത്ത് അത്ര വന്ന് കല്ലെറിഞ്ഞു. ഇവനെ തല്ലി തീർക്കും ഞങ്ങൾ. വെളിയിൽ ഇറങ്ങിക്കാനും ലെവലാതി. ഒരു ചരിത്രമെടുത്ത് വെച്ച് നോക്ക്. മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഹറാം പുറപ്പും കന്നം തെളിവ് കാണിക്കുന്ന ചകുതിയ ഇവന്റെ കാറ്റഗറിയ. ആണും പെണ്ണും കെട്ട വേല ചെയ്യുന്നവൻ, ആണും പെണ്ണും കെട്ടവൻ. അവനെ ആണെന്ന് പോലും പറയരുത്, അത് പറയുന്ന പോലും തെറ്റി. ഈ വീഡിയോ വരുന്ന ഷെഫീന പറഞ്ഞത് അല്പം കടന്ന കൈയായി പോയി. കാരണം കേരളത്തിലെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. പക്ഷെ ലാലേട്ടൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനകത്ത് വന്നത് തൊട്ട് പ്രേക്ഷകർ, അതായത് ഇദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടം നല്ല ആരാധകരും ഈ ഒരു പ്രോഗ്രാമിനെ വിമർശിച്ചും ലാലേട്ടൻ ഇതിൽ നിന്ന് പിന്മാറണം എന്നൊക്കെയുള്ള ഒരുപാട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ സീസൺ 8 ലാലേട്ടൻ ഇല്ല എന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട്. എന്തായാലും അത് സ്വാഗതാർഹമാണ്. ഇത്തരം വൃത്തികെട്ട പ്രോഗ്രാം, അതായത് സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ഗുണവുമില്ലാത്ത, ഒരു നല്ലൊരു സന്ദേശം കൊടുക്കാത്ത ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പാടില്ല. അത് ഏത് സെലിബ്രിറ്റി ആയാലും സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നവർക്ക് അത് പോകാൻ പാടില്ല. എന്തായാലും ഷെഫീന പറഞ്ഞത് അല്പം കടന്നു കൈ, അത് അവരുടെ അഭിപ്രായം മാത്രമാണ്, നമ്മുടെ അഭിപ്രായമല്ല. അത് പലർക്കും പല ചോയ്സ് ആണുള്ളത്. അപ്പോൾ ഈ നമ്മുടെ അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തത് ആർക്കിട്ടുള്ള 7ന്റെ പണിയാണ് എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും